ഞായറാഴ്ച നമ്മുടെ വചന ധ്യാനത്തിൻ്റെ ആധാരവാക്യമെന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനമാകുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് നാം വളരെ വിശദമായിട്ട് അന്ന് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ രണ്ടാം ഭാഗം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ പിന്നെ നമ്മളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാസന്മാർ എന്നുള്ള ഒരു നിലയിലാണ് എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ പറഞ്ഞാൽ പൊതുവിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നത് അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സഭയുടെ അംഗമായാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആരെയും അധികം പ്രശ്നമൊന്നും വരുത്താതെ പിന്നെ കഴിയുന്ന ചില ഉപകാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. പണ്ട് ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അജ്ഞാനകാലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുണവും ചെയ്തില്ലെങ്കിലും സഹോദരന്മാർ, ദൈവമക്കൾ ദോഷം ചെയ്യാതിരുന്നാൽ തന്നെ അതൊരു വലിയ ഉപകാരമാണ്. അതിൻ്റെ അജ്ഞാനകാലത്ത് ഞാൻ പറഞ്ഞതാണ്. ഞാനതിനെക്കുറിച്ച് ഖേദിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ദാസന്മാരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? കേവലം ആരെയും ശല്യം ചെയ്യാതെ കഴിയുന്ന ഉപകാരങ്ങളൊക്കെ മനുഷ്യന് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ജീവിതമാണോ ദൈവത്തിന് ദാസന്മാരായിട്ട് ജീവിക്കുന്ന ജീവിതം? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിന് ദാസന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്? മറുപടി പറയാം. എന്ത് മറുപടി പറഞ്ഞാലും ജോസഫൻ പലപ്പോഴും സമ്മതിക്കുകയില്ല, അല്ലേ? അതിനപ്പുറത്തേക്കാണ് പോണേ. അതുകൊണ്ട് മറുപടി പറയാനായിട്ടൊരു മടി. പറഞ്ഞോ, പേടിക്കണ്ട. പറയുന്ന മറുപടികളെല്ലാം ശരിയാണ് എന്ന് ഞാൻ ആദ്യമേ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്താണ് ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരം ശരിയാണ്, പക്ഷേ അത് കുറച്ചുകൂടി കൃത്യത വരണമെന്നുള്ളതേ ഉള്ളൂ. പല ഇഷ്ടങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾ സമയം കളയണ്ട. പല ഇഷ്ടങ്ങളുണ്ട് ദൈവത്തിന്. അപ്പോൾ എന്തൊക്കെയാണ് ഇഷ്ടം? അതിനകത്ത് ഇന്ന് ലോകത്തിൽ വളരെ പോപ്പുലറായിരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അതെന്താണ്? ദൈവത്തെ ആരാധിക്കണം, അല്ലേ? അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ? ആണോ? നമ്മളിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നേ? ദൈവത്തിനെ ആരാധിക്കാനാവുന്നേ, അല്ലേ? അതെ. ആരെങ്കിലും ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? ആരാധനായോഗത്തിന് പോവുകയാണെന്ന് പറയും. അപ്പോൾ പിന്നെ ദൈവത്തിന് ദാസന്മാരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ പിന്നെ ദൈവത്തെ ആരാധിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പലരും പല ഉത്തരങ്ങൾ പറയും. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ദൈവത്തെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി നല്ല ഉറക്കെ പാട്ട് പാടുന്നതും കൈകൊട്ടുന്നതും അന്യഭാഷ പറയുന്നതും ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ. മറ്റു ചില സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രകാഴ്ച കൊടുക്കുന്നതാണ്. അത് ദൈവത്തെ ആരാധിക്കുക, അതാണ് ദൈവിക ആരാധന. അതും ദൈവിക ആരാധനയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പം മറ്റ് ചില സ്ഥലങ്ങളിൽ, ചില സഭകളിൽ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അത് തിരുവത്താഴ് ആരാധനയിൽ പങ്കുകൊള്ളുക, ആരാധന സ്വീകരിക്കുക എന്നൊക്കെയാണ് വളരെ ഭക്തിയോടുകൂടി അതിനെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ പാട്ട് പാടുന്നത്, സ്തോത്രം ചെയ്യുന്നത്, കൈയടിക്കുന്നത്, പിന്നെ അന്യഭാഷ പറയുന്നത്, സ്തോത്രകാഴ്ച, പിന്നെ കർത്തൃമേശ, ഇതൊക്കെ ആരാധന എന്നാണ് ആളുകൾ പൊതുവെ പലരും പല വിഭാഗങ്ങളിലും പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആരാധന എന്താ? ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഹെബ്രായ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാം ആരെയാണോ ആരാധിക്കുന്നത് അവരുടെ മഹത്വവും
നമ്മുടെ താഴ്മയും കണ്ട് നമ്മെ സമ്പൂർണ്ണമായിട്ടും ആ ആളുടെ മുമ്പാകെ വണക്കുക, വീഴുക, അല്ലേ, എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ സമർപ്പിക്കുക, ഇതൊക്കെയാണ് ആരാധന എന്നുള്ളതിൻ്റെ അതിൻ്റെ മൂലഭാഷയിലുള്ള വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്ന വാക്ക് പുതിയ നിയമത്തിൽ സഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഴ്ചതോറും ധാരാളം ഉപയോഗിക്കുന്നതായിട്ടൊരു വാക്കാണ് ആരാധന. കുടുംബാരാധന, അല്ലേ എന്ന് പറയാറില്ലേ? കുടുംബാരാധന. ചർച്ചിലാണെങ്കിൽ ആരാധന. പക്ഷേ പുതിയ നിയമത്തിൽ സഭാരൂപീകരണത്തിന് ശേഷം ആരാധന എന്ന് പറയുന്ന വാക്കുകൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയാമോ? വളരെ കുറവാണ്. അത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കുന്നതായിട്ടുള്ള ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ പ്രാവശ്യമുള്ളൂ. അത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്നൊരു പ്രയോഗമുണ്ട്. പിന്നെ ആരാധനയെക്കുറിച്ച് വെറുതെ 3-4 വാക്കുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയതായിട്ടുള്ള AD 70 ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അത് എഴുതുമ്പോഴും അവർ സഭ കൂടി വരുമ്പോൾ അവർ ചെയ്തിരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, പ്രാർത്ഥിച്ചു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. ആരാധിച്ചു എന്നുണ്ടോ? ഇല്ല. അപ്പോൾ അന്നത്തെ സഭായോഗങ്ങളിലുള്ള 4 കാര്യങ്ങൾ അതായിരുന്നു. പക്ഷേ ആരാധിച്ചു എന്ന് അവിടെ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ ആരാധനായോഗം എന്ന് സഭായോഗങ്ങളെ ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാരമ്പര്യമായിട്ടും കണ്ടും കേട്ടും ശീലിച്ചതായിട്ടുള്ള നമ്മുടെ ശീലം എന്ന് പറയുന്നത് പൂർണ്ണമായും വചനപ്രകാരമല്ല. എന്നാൽ വചനപ്രകാരം ഒട്ടുമല്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്തൊക്കെ കാര്യത്തിന്? ദൈവം താൻ ആരായിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. താൻ ദൈവമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തെ, അല്ലേ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവരുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. പിന്നെ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയണേ? രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അങ്ങനെ അങ്ങ് പോകുന്നു. പഴയ നിയമത്തിലാണെങ്കിൽ പിന്നെയുമുണ്ട്. സങ്കീർത്തനങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിവിധ നിലകളിൽ വർണ്ണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ദൈവത്തെ ആരാധിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? പിന്നെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. സ്തുതി എന്തിനാ? നമ്മളോട് ദൈവം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ നന്മകൾക്കും, നമ്മളോട് കാണിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നത്, അത് സ്തുതിക്കുന്നതാണ്. അപ്പോൾ ആരാധിക്കുന്നത് അവനെ ഓർത്ത്, അവൻ്റെ മഹത്വത്തെ ഓർത്ത്, അവൻ്റെ വല്ലഭത്വത്തെ ഓർത്ത് അവൻ്റെ മുമ്പിൽ നമ്മൾ വീഴുക, അല്ലെങ്കിൽ അവനെ നമ്മൾ ആരാധിക്കുക. അതിനാണ് ആരാധന എന്ന് പറയുന്നത്. സ്തുതിക്കുക എന്ന് പറയുന്നത് ദൈവം നമുക്ക് ചെയ്തതായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചിരിക്കുന്നതായിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് സ്തുതിക്കുക എന്ന് പറയുന്നത്. ശരി, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ആരാധന 3 തലങ്ങളിലാണ്. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഓർത്ത്, വല്ലഭത്വത്തെ ഓർത്ത് അവന് മഹത്വം കരയേറ്റുന്നതും, ദൈവം നമുക്ക് ചെയ്തതായിട്ടുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതും, അത് ആരാധനയാണ്. പക്ഷെ അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. ആരാധനയിൽ 3 കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലും അതുണ്ട്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യാഗമാണ്. ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ മുഴുവൻ യാഗം അർപ്പിച്ചുകൊണ്ടാണ്. ആരാധിക്കാൻ പോയി, ദേവാലയത്തിലേക്ക് ആരാധിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഗവുമായിട്ട് ദേവാലയത്തിലേക്ക് പോയി എന്നാണ്. ആ യാഗം പുതിയ നിയമത്തിൽ ആരാധനയിൽ ആ യാഗം ഉണ്ടോ?
ഉണ്ട്. ബേബി സഹോദരന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആംഗ്യ ഭാഷയാൽ അതൊക്കെ പറയുന്നുണ്ട്. ശരി, പുതിയ നിയമത്തിൽ യാഗമുണ്ട്. യാഗമില്ലാത്തതായ ഒരു ആരാധന പുതിയ നിയമത്തിൽ ഇല്ല. എന്താണ് ആ യാഗം? നമ്മൾ തന്നെയാണ്, നമ്മളെ തന്നെ അല്ലേ? ഇന്ന് നമ്മൾ പാടിയ പാട്ടിലോ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ഇന്നു മുതൽ ഞാൻ ആരുടെ സ്വന്തമാണെന്നാ? അങ്ങയുടെ സ്വന്തമാണ്. അപ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവിക പരിപാടിക്ക് ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു യാഗമായി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കൊടുക്കുക. അതാണ് പുതിയ നിയമത്തിലെ രണ്ടാമത്തെ ആരാധന. അങ്ങനെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ തന്നെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മൾ ഇന്ന് രാവിലെ വായിച്ചതായിട്ടുള്ള റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ആരോടെ ചേർത്തുകൊണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ആരാധന എവിടെയാണ് ആരാധിക്കുന്നത്? ആരാധിക്കാൻ പോകുന്ന ആളുകൾ എവിടെയാണ്? ആരാധിക്കാൻ പോകുന്നത് എവിടെയാണ്? സഭയിൽ അല്ലേ? പിന്നെ എവിടെയാ? അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്നാണ് പൊതുവെ ഈ സഭാ ഹോളുകളെ കുറിച്ച് ലോകത്തെല്ലായിടത്തും പറയുന്നത്. ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ആരാധന നടക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്ന് ഇത് ആരാധനാലയമാണോ? ഇത് ആരാധനാലയമാണോ? ഈ കെട്ടിടത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ആണ്. അത് ആരാധനാലയമാണോ ആ വീട്? അതെ. അല്ല എല്ലാ ഉത്തരവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. അത് ആരാധനാലയമല്ല, അത് ജോസഫറിൻ്റെ വീടാണ്. ഇത് ആരാധനാലയമാണ്. കാരണം ഇവിടെയാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. നമ്മൾ മീറ്റിംഗ് അവസാനിക്കുന്നത് ഇവിടെ അല്ലാന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മ അവിടെയാണ്. അപ്പം ഇതിനെ ആരാധനാലയം എന്ന് വിളിച്ചാൽ അതും ആരാധനാലയം എന്ന് വിളിക്കാനായിട്ട് യോഗ്യമാണ്. ഇന്ന് ഏത് ആരാധനാലയം ശരിക്കും? വചനം എന്തെന്നാ പറയുന്നത്? വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നാണ്. അപ്പോൾ ആരാധന നടക്കേണ്ടത് എവിടെയാ? നമ്മളാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിലാണ് ആരാധന നടക്കുന്നുണ്ട്. അതെപ്പോഴാണ് നടക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? എപ്പോഴൊക്കെയാണ് ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കേണ്ടത്? എപ്പോഴും. അപ്പോൾ ആരാധനാലയം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അവിടെയാണ് എപ്പോഴും സ്തുതിയും സ്തോത്രവും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത്. ഇത് ആരാധനാലയമല്ല കേട്ടോ. ഇത് ആരാധനാലയമല്ല. ആരാധനാലയം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ അതും ഒരു ആരാധനാലയമാണ്. ആരാധനാലയങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ആരാധനാലയം. അപ്പോൾ നമ്മൾ ആരാധിക്കാനായിട്ട് ആലയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ പെശകുണ്ട്. അത് വചനപ്രകാരം അല്ല. പക്ഷേ അങ്ങനെയൊന്ന് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. സാങ്കേതികമായിട്ടൊക്കെ തെറ്റാണെങ്കിലും നമ്മളുടെ ഉദ്ദേശം അത്രത്തോളം ഒന്നും തെറ്റല്ല എന്നുള്ളതുകൊണ്ട് അത് കർത്താവ് ക്ഷമിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനാലയം എങ്ങനെയായിരിക്കണം? ആരാധന നടക്കുന്ന സ്ഥലം എങ്ങനെയായിരിക്കണം? അത് നമ്മൾ അങ്ങനെയുള്ള ഒരു യാഗമായി സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ, അതായത് നമ്മളാകുന്ന ആ ആലയത്തിൽ അത് ശുദ്ധമായിരിക്കണം അല്ലേ? അത് വിശുദ്ധമായിരിക്കണം. എന്നാലേ അവിടെ ആരാധന നടക്കുകയുള്ളൂ. ആരാധന നടക്കേണ്ട സ്ഥലത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ ആ അശുദ്ധിയുടെ നടുവിൽ ദൈവത്തിന് വസിക്കുവാനോ ആ അശുദ്ധിയുടെ നടുവിൽ നിന്നുള്ളതായിട്ടുള്ള ആരാധന സ്വീകരിക്കുവാനോ ദൈവത്തിന് കഴിയുമോ? കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളാകുന്ന ആലയം അപ്പോൾ ആരാധന എപ്പോഴാണ്? മുഴുവൻ സമയത്തും, എല്ലാ സമയത്തും അല്ലേ? ഇടപെടാതെ അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പിൻ. ഇന്നലെ നമ്മൾ പഠിച്ച സ്തോത്രത്തിൽ കവിഞ്ഞു മിരിപ്പിൻ. അപ്പോൾ എപ്പോഴും ആരാധന നടക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഹൃദയം എപ്പോഴും എങ്ങനെയായിരിക്കണം?
ശുദ്ധമായിരിക്കണം. അങ്ങനെയാണോ? ചിലപ്പോഴൊക്കെയാണ്, ചിലപ്പോഴൊന്നും അല്ല, അല്ലേ? ശരി. പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആളുകൾ നമ്മുടെ സഭായോഗം കഴിഞ്ഞേച്ച് ചില കമൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ ആരാധന നല്ലതായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും തോന്നിയിട്ടില്ലേ? പറയാറുണ്ട്, തോന്നിയിട്ടുമുണ്ട്, അല്ലേ? പറയാറുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇന്നത്തെ ആരാധന വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പം എന്താണ് സാധാരണ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? നല്ല കൈയൊക്കെ കൊട്ടി, നല്ല ഒച്ചത്തിലൊക്കെ പാട്ടൊക്കെ പാടി, എല്ലാവരും സ്തോത്രമൊക്കെ ചെയ്ത്, ആളുകളൊക്കെ ഒന്ന് ഉണർന്ന് ഒക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയും ഇന്നത്തെ ആരാധന വളരെ നല്ലതായിരുന്നു എന്ന് പറയും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് അവിടെ ശബ്ദം ഇച്ചിരി കുറവായിരുന്നു, ആരാധന എനിക്കത്ര സ്വീകാര്യമായില്ല. പറയുമോ ദൈവം? ഒരിക്കലും പറയില്ല, അല്ലേ? ഇന്നവിടെ 5 പേരെ സ്തോത്രം പറഞ്ഞുള്ളൂ. അവിടെ ഇന്ന് 10-30 പേരുണ്ടായിരുന്നു, പക്ഷെ 5 പേര് ശരിയായില്ല. അങ്ങനെ പറയൂ ദൈവം? കാരണം ഒരാൾ സ്തോത്രം ചെയ്യുമ്പോൾ അദ്ദേഹം സ്തോത്രം ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും അവരോട് കൂടി സ്തോത്രം ചെയ്യുക ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കണം. ഇനി അങ്ങനെ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും 1, 2, 3 അല്ലെങ്കിൽ പലര് സ്തോത്രം ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ആ ആരാധനായോഗമോ അല്ലെങ്കിൽ ആരാധനയോ അല്ലെങ്കിൽ ആ മീറ്റിംഗോ ഒന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമായില്ല. ഇന്ന് അവർ കൈ കൊട്ടിയില്ല, അല്ലെങ്കിൽ അവരുടെ കൈയുടെ കൊട്ടി ഇപ്പോൾ താളം ഇച്ചിരി മാറിപ്പോയി, ശരിയായില്ല, എനിക്കത് സ്വീകാര്യം. കർത്താവ് പറയുമോ? അതും പറയില്ല. അപ്പം നമ്മൾ ആരാധനായോഗം വളരെ നന്നായിരുന്നു എന്ന് പറയുന്നതൊന്നും ദൈവം അങ്ങനെ വിലയിരുത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ആരാധനായോഗം, ഈ ആരാധനായോഗം എന്ന് ഞാൻ പറയുന്നത് തെറ്റാവട്ടെ, സഭായോഗം, നമ്മുടെ സഭായോഗം നാം വിലയിരുത്തുന്ന നിലയിൽ ദൈവം വിലയിരുത്തുകയില്ല. പക്ഷെ ദൈവം വിലയിരുത്തുന്ന ചിലതുണ്ട്. എന്താണ്? അവിടെ വന്നിരുന്ന് സ്തോത്രം എന്നും ഹല്ലേലൂയ എന്നും സ്തുതിയെന്നും ആരാധന എന്നും ഒക്കെ പറഞ്ഞ പലരുടെയും ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. അത് പ്രശ്നമാണ്, അല്ലേ? അവരുടെ ഹൃദയത്തിൽ കപടതയും വഞ്ചനയും ചതിയും വെറുപ്പും വിദ്വേഷവും നികളഭാവവും ഒക്കെയാണ്. അതുകൊണ്ട് അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ സാധ്യതയില്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ സഭായോഗങ്ങളെ കാണുന്നത് പോലെ അല്ല ദൈവം സഭായോഗങ്ങളെ കാണുന്നത്. ശരി, അത് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അത്രയും നിർത്തുകയാണ്. രണ്ടാമത്തെ, നമ്മുടെ ശരീരങ്ങളെ തന്നെ യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആരാധന. ആ ആരാധന എന്ന് പറയുന്നത് എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരങ്ങളെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വന്നിട്ട് നമ്മൾ സമർപ്പിച്ചിട്ട് 1 മണിയാകുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണോ? അല്ല, അതൊരു തുടർമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് എന്നാണ് നമ്മൾ സമർപ്പിച്ചത്? നാം സ്നാനപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നു. പിന്നെ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താ? കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അല്ലെങ്കിൽ അവനിൽ നടപ്പിൻ എന്നാണ്. അപ്പോൾ അവനിൽ നടക്കുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് ചെയ്ത് ജീവിക്കാനായിട്ടുള്ള അവകാശം അല്ല, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാനുള്ള അവകാശമാണ്. അത് ആണ് രണ്ടാമത്തെ ആരാധന എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് ഒരു ആരാധനയുണ്ട്. അതെന്താണ്? നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആരാധനയുടെ തലം എന്ന് പറയുന്നത് നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. അതായത് നമ്മുടെ പ്രവർത്തന തലത്തിലുള്ളതായ കാര്യങ്ങൾ. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മളിൽ നിന്ന് ഉളവാകേണ്ടുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും അത് പ്രത്യേകമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതും വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ എന്താണ്? മറ്റുള്ളവർക്ക്, അല്ലേ? ആർക്കൊക്കെയാ? ഞാനും എൻ്റെ കുടുംബവും, അങ്ങനെയാണോ? അല്ലേ? സകല മനുഷ്യർക്കും, അല്ലേ? പിന്നെ വിശേഷാൽ സഹവിശ്വാസികൾക്കും, സകല മനുഷ്യർക്കും വിശേഷ സഹവിശ്വാസികൾക്കും. എപ്പോഴും മുൻഗണന പോകുന്നത് സഹവിശ്വാസികൾക്കാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ കുടുംബത്തിനെന്ന് പറഞ്ഞപ്പോൾ അല്ല എന്ന് പറഞ്ഞു. അല്ലല്ല, കുടുംബത്തിനാണ്. നമ്മുടെ
നമ്മളെങ്ങനെയാണ് വിളിക്കുന്നേ? സഹോദര സഹോദരി എന്നല്ലേ? സഹോദര സഹോദരി എന്ന് നാം നമ്മുടെ സഹവിശ്വാസികളെ വിളിക്കുന്നുവെങ്കിൽ അവർ നമ്മളുടെ കുടുംബക്കാരാണ്. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടേ? കേട്ടില്ല. സ്വന്തക്കാർക്ക് വേണ്ടി പ്രത്യേകമുള്ള ഒരു കരുതൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും ഒരു യാഗമാണ് അല്ലെങ്കിൽ ആരാധനയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സഭായോഗത്തെ ഞാൻ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24 വാക്യം. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നതോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ സഭായോഗത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കേണ്ടത്? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഓരോ ഞായറാഴ്ചയും നമ്മൾ സഭായോഗം കൂടി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കുമുള്ള ഉത്സാഹം നമ്മൾ വർദ്ധിച്ചിട്ടാണോ പോകുന്നത്? ആണോ? ആ ഒരു ഭയങ്കര മൗനമാണ്. വലിയ ക്വസ്റ്റ്യനാണല്ലേ? വലിയ ക്വസ്റ്റ്യനാണ്. അതാണ് സഭായോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആരാധനയെക്കുറിച്ച് വേറൊരു രീതിയിൽ പറയട്ടെ. യഥാർത്ഥത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടുന്നതായ തയ്യാറെടുപ്പിൻ്റെ സ്ഥലമാണ് സഭായോഗം. ശരിയാണോ? സഭായോഗങ്ങളെ ആരാധനായോഗങ്ങൾ എന്ന് വിളിക്കുന്നത് തികച്ചും ബൈബിൾ പരമായിട്ട് അത്ര യോഗ്യമല്ല. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവിടെ ആരാധനയൊക്കെ ഉണ്ട്, ആരാധനയുടെ ചില വശങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ആരാധന എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ വ്യത്യസ്തമായ വിശാലമായ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പദമാണ്. അപ്പോൾ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ശരിയായി ആരാധിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനു വേണ്ടുന്നതായിട്ടുള്ള പ്രോത്സാഹനവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്, കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ സഭായോഗം കഴിഞ്ഞങ്ങ് പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടി ദൈവത്തെ ഈ 6.5 ദിവസം ആരാധിക്കാനുള്ള എല്ലാ ഊർജവും സമ്പാദിച്ച്, അതിനുള്ള മോട്ടിവേഷൻ, അതിനുള്ള ഉത്സാഹവും എല്ലാം സമ്പാദിച്ച് നമ്മൾ ഈ സഭായോഗത്തിൽ നിന്ന് പോകണം. ഞാൻ പറയുന്നത് വചനപ്രകാരം ശരിയാണോ? ശരിയാണോ ബാബുസോര? എഗ്രി ചെയ്യുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഞാൻ ആരാധനായോഗത്തിന് പോകുന്നു എന്ന് പറയുമോ? പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടങ്ങ് ഇടുങ്ങി, അതായത് ദൈവവചനത്തിൻ്റെ സ്വാധീനം നമ്മളിലുള്ളതിനേക്കാൾ നമുക്ക് ഈ ലോകത്തിലുള്ള ആളുകളുടെ സ്വാധീനമാണ് നമ്മളുടെ മേൽ ഏറെയുള്ളത്. നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒക്കെ സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളാലാണ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാലല്ല. അപ്പോൾ സഭായോഗങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് മനുഷ്യനെ പരുവപ്പെടുത്തുന്നതും തയ്യാറാക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ്. അത് വീടാവാം, അല്ലേ? ആരാധന ആലയങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി പുതിയ നിയമത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആരാധനാലയങ്ങൾ പണിത് കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസികളെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി പുതിയ നിയമത്തിലില്ല. അന്ന് ആളുകൾക്കൊന്നും പണമില്ലാതിരുന്നിട്ടൊരു ഹോൾ ഉണ്ടാക്കാൻ, അന്ന് വീടുകളുണ്ടാക്കാൻ പണമുള്ള ആളുകളുണ്ടായിരുന്നു, ഹോൾ ഉണ്ടാക്കാനുള്ള പണവും അതിനുള്ള സ്ഥലവുമുള്ള ആളുകളായിരുന്നു. പക്ഷേ അവരാരും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. യഹൂദന്മാർക്ക് സിനഗോഗുകളുണ്ടായിരുന്നു. അപ്പോൾ പൊതു ആരാധനാ സ്ഥലം എന്ന് പറയുന്നതായിട്ടുള്ളൊരു സംവിധാനം അന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. ജാതികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവസഭയ്ക്ക് ഒരിക്കലും ഒരു ആരാധനാലയം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ആരാധനാലയം എന്ന് പറയുന്നത് വിശ്വാസികളാണ്. ആരാധനാലയം എന്ന് പറയുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളുടെ കൂട്ടമാണ്. അല്ലെങ്കിൽ ആരാധനയ്ക്ക് അല്ലെങ്കിൽ ഈ ആരാധനാലയം വിശ്വാസികളുടെ കൂട്ടമാണ്. അവരെ എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമായിട്ട് അവർ സ്വീകരിച്ചപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വീകരിച്ചത്. ലുദിയയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. ഒരല്പം കാര്യങ്ങളും കൂടെ
ലുദിയയെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലുദിയ ഭക്തിയായൊരു സ്ത്രീയായിരുന്നു. പ്രസംഗം കേട്ടു, കർത്താവ് ഹൃദയത്തെ തുറന്നു. ലുദിയ എന്താ ചെയ്തേ? കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, അപ്പോൾ പ്രസംഗത്തിൽ സ്നാനത്തെക്കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ തന്നെ അവർ സ്നാനമേറ്റു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങൾ നിർബന്ധിച്ചു. അപ്പോൾ ലുദിയയുടെ ഭർത്താവിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു വിധവയോ അതല്ലെങ്കിൽ ഒരു അവിവാഹിതയോ ആയിരിക്കാം ലുദിയ എന്നാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു, വചനം കേട്ടു, സ്നാനപ്പെട്ടു. അപ്പം തന്നെ ലുദിയയുടെ പ്രതികരണം എന്താ? നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ, എങ്ങനെയാ വായിച്ചേ? എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. നിർബന്ധിക്കാൻ കാരണം എന്താ? എന്തോ ചില തടസ്സമൊക്കെ പറഞ്ഞു. അല്ല, ലുദിയയുടെ വീട്ടിലേക്ക് ഇല്ല, വേറെ എന്തെങ്കിലും താമസ സൗകര്യമൊക്കെ ചിലപ്പോൾ ഒരുക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്ലാനുകൾ അവരുടെ ഹൃദയത്തിലുണ്ടാവാം. പക്ഷെ ലുദിയ വിട്ടില്ല. ലുദിയ പറഞ്ഞു, ഞാൻ കർത്താവിൽ വിശ്വസ്ത. ഈ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നത് എന്തെങ്കിലും ജീവിത സാക്ഷ്യം കേട്ടിട്ടോ കണ്ടിട്ടോ ആണോ? സ്നാനപ്പെട്ടതേ ഉള്ളൂ അല്ലേ? ഞാൻ കർത്താവിൽ വിശ്വസ്ത എന്ന് നിങ്ങൾ എന്നെ എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് ഹൃദയം തുറന്ന് ഒരു മനുഷ്യൻ യഥാർത്ഥമായ വീണ്ടും ജനനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം ആദ്യം മുതലേ തന്നെയുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇത് ഫിലിപ്പിയിലാണ്, യൂറോപ്പിലെ ആദ്യത്തെ സഭയാണ്. ഫിലിപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. നിങ്ങൾക്കറിയാമോ, ലുദിയുടെ വീട്ടിലായിരുന്നു സഭായോഗം ആരംഭിച്ചത്. എങ്ങനെ അറിയാം? പൗലോസിനെ തടവിൽ നിന്ന് വിട്ടു. അതിനുശേഷം അവരെങ്ങോട്ടാണ് പോയത്? ഒന്ന് പട്ടണം, അതിൻ്റെ അവസാനത്തെ വാക്യം, 40-ാം വാക്യം. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. തടവിൽ നിന്ന് വിട്ടപ്പോൾ അവരെങ്ങോട്ട് പോയി? ലുദിയയുടെ വീട്ടിൽ പോയി. അവിടെ ആരുണ്ടായിരുന്നു? അവിടെ സഹോദരന്മാരുണ്ടായിരുന്നു. സഭായോഗം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാരും ബൈബിൾ പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ലുദിയ എന്ന് പറയുന്നതായ സഹോദരിയിൽ ദൈവം അവരുടെ ഹൃദയം തുറന്ന് അവർ സുവിശേഷം സ്വീകരിച്ച് അതവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനമുണ്ടാക്കി. അവർ പൗലോസ് അപ്പോസ്തലനെയും ടീമിനെയും, ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു 2 നേരം അല്ലെങ്കിൽ 2 ദിവസം താമസിക്കാൻ വന്ന നമ്മളുടെ അവസ്ഥ എന്താ? സന്തോഷമാണ്. അങ്ങോട്ട് വിടാം ആളുകൾ കേട്ടോ. നമുക്കെന്താ, ഒരു ദിവസമൊക്കെ, ഒരു നേരം കുഴപ്പമില്ല, 2 നേരമായെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഒരു ദിവസമായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മളെ ആ സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് പോവുക അല്ലേ? ഒരാഴ്ച ആയാലോ വലിയ പ്രശ്നമാണ്. പിന്നെ എങ്ങനെ പറഞ്ഞു വിടാം? 1 മുട്ട കൊടുക്കേണ്ടത് 2 മുട്ട കൊടുത്തോ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും അവരൊന്ന് ഒഴിവായി തന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥതയായി എന്നുള്ള ചിന്താഗതിയാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ ലുദിയ അങ്ങനെയായിരുന്നില്ല. അവരെ നിർബന്ധിച്ച് അവിടെ പാർപ്പിച്ച് ചില ആഴ്ചകൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ എന്നാണ് ഫിലിപ്പിയിലെ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്. ആ വീട് കേന്ദ്രീകരിച്ച് അവർക്കവിടെ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവിടെ ആളുകൾ രക്ഷിക്കപ്പെട്ടു. അവിടെ ആളുകൾക്കൊക്കെ വന്ന് ആ വീട്ടിൽ താമസിക്കുന്നതിനും അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് സഭായോഗം കൂടുന്നതിനുമൊക്കെയുള്ള സൗകര്യം ലുദിയ ചെയ്തു. എന്താ കാരണം എന്നറിയാവോ? തൻ്റെ ശരീരത്തെ തനിക്കുള്ളതിനെയൊക്കെയും ഒരു യാഗമായി അങ്ങ് സമർപ്പിച്ചു. അതിൻ്റെ ഫലമായിരുന്നു അത്. ചിലപ്പം നമ്മൾ പറയും, ഞാൻ എന്നെ തന്നേക്കാം, പക്ഷെ എനിക്കുള്ളതിനെയൊന്നും ഞാൻ തരികയില്ല അല്ലേ? പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളുടെ മനോഭാവം പലപ്പോഴും അങ്ങനെ ആയിക്കൂടായിക ഇല്ല. ഞാൻ എന്നെ തരാം, എനിക്കുള്ളതിനൊന്നും തരികയില്ല. പ്രിയമുള്ളവരെ,
സുവിശേഷത്തിൽ, യഥാർത്ഥമായ സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവാത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരാരും സ്വന്തമായിട്ടൊന്നും കരുതിയില്ല എന്നുള്ളതാണ്. കരുതിയില്ല എന്ന് പറഞ്ഞാൽ ആരും അവരുടേതൊന്നും സ്വന്തമെന്ന് വിചാരിച്ചില്ല. നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആരാധന, അല്ലേ, ശരീരങ്ങളെ സമർപ്പിക്കും എന്ന് പറയുമ്പോൾ പിന്നെ വേറൊന്നും ഇല്ല എന്നതിന് അർത്ഥമില്ല. നമുക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ സൽപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ നമ്മളെ തന്നെയും നമ്മൾക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ സഭായോഗങ്ങൾ ആരാധനയ്ക്ക് ആളുകളെ പ്രാപ്തരാക്കുന്ന യോഗങ്ങളാണ്. യഥാർത്ഥ ആരാധന നമ്മളുടെ ജീവിതമാണ്. ആഴ്ചയിൽ 6 ദിവസവും നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച ആരാധനായോഗത്തിന് പോയി 2 പാട്ടും പാടി കുറച്ച് ഒച്ചയും വെച്ച് കുറച്ച് വചനവും കേട്ടിട്ട് തിരിച്ചു പോയി അതിൽ നമ്മുടെ ക്രിസ്തീയത, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഉത്തരവാദിത്വം നാം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ വചനപ്രകാരമല്ല. ഇന്ന് നമ്മൾ കേട്ടതുപോലെ മനുഷ്യരുടെ സമ്പ്രദായപ്രകാരം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരാരാധനയായി തീരട്ടെ. നാം നമ്മെ തന്നെ വഞ്ചിച്ചോ മറ്റ് ലോകത്തിലുള്ള പ്രസ്ഥാനങ്ങളായിട്ടുള്ള സഭകൾ അവരുടെ